ഇനി ഞാൻ തയ്യാറാക്കുന്നത് റേഷൻ അരി വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി തേങ്ങാച്ചോറാണ്. നാടൻ തേങ്ങാച്ചോറാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു ബീഫ് കറിയും കൂടെ കുക്കറിൽ തയ്യാറാക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഞാനിത് തയ്യാറാക്കിയെടുക്കും. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയെടുത്തതാണിത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. റേഷൻ അരി ആയതുകൊണ്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകി കൊടുക്കണം. അരിയെല്ലാം കഴുകി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ മുറി തേങ്ങയൊന്നുമല്ല, ചെറുതാണ്. തേങ്ങാച്ചോറിന് തേങ്ങ കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്കൊരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നല്ലപോലെ ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ, അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. നമ്മുടെ ചോറൊക്കെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ ആകുമ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കും. തണുത്ത് വരുമ്പോൾ നല്ല മണി പോലെ ഇരിക്കും കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഓഫാക്കി ഇതിനി മാറ്റി വെക്കണം. ചൂടാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇറച്ചിക്കറി തയ്യാറാക്കാം. അതിന് ഞാൻ 500 ഗ്രാം ബീഫ് നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഇതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ട്. നെയ്യുണ്ടെങ്കിൽ നല്ലതാണ്, കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇറച്ചിക്കറിയാണിത്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് മസാലയായിട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാല ഞാൻ ഇത് വറവിടുമ്പോൾ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇറച്ചിയിലിട്ട നല്ല ടേസ്റ്റാണ്, കുറച്ച് ചേർക്കാവുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്താൽ ബീഫിൻ്റെ ടേസ്റ്റേ മാറും. ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇത് 4 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോ നോക്കാം. ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒക്കെ നല്ലപോലെ മൂത്ത് വരട്ടെ.
മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചി വറവിടുമ്പോൾ കുറച്ച് മസാല ഈ എണ്ണയിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അതിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പച്ചവെള്ളം ചേർക്കരുത്. ഇത് 1 മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളച്ച് വരണം. അതിനായിട്ട് നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. നമ്മുടെ കറി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്കിതിൽ വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തേങ്ങാച്ചോറും ഇറച്ചിക്കറിയാണ് കേട്ടോ അത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.